ഹേ അർജുന, നീ ലോകത്തിൻ്റെ തത്വം മനസ്സിലാക്കുക. ലോകം വെറുതെ ആവിർഭവിക്കുകയും നിലനിൽക്കുകയും പരിണമിക്കുകയുമല്ല ചെയ്യുന്നത്. ഇതിന് ഒരു പ്രവർത്തന തത്വമുണ്ട്, ക്രമമുണ്ട്, ചിട്ടയുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് പ്രമാണം. സുനിശ്ചിതമായ പ്രമാണത്തിൽ അധിഷ്ഠിതമാണ് പ്രപഞ്ചം. ഒരു പൂവ് വെറുതെ വിടരുന്നില്ല, യാദൃച്ഛികമായി അത് കനിയാകുന്നുമില്ല. ഈ രണ്ടവസ്ഥയ്ക്ക് മുമ്പ് അതിനൊരു ബീജവും പിന്നെ ഒരു ചെടിയുമുണ്ട്. അത് നടാൻ സ്ഥലവും ആളും വേണം. കാലവും കാലാവസ്ഥയും അനുകൂലമായിരിക്കണം. വെള്ളവും വളവും വേണം. ഇങ്ങനെ ക്രമമായി അനേകം ഘടകകർമ്മങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോഴാണ് ആ പ്രവർത്തനത്തിൻ്റെ അന്ത്യത്തിൽ കർഷകന് കനി ലഭിക്കുന്നത്. ഇതുപോലെ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തിലും പ്രവർത്തനത്തിലും അനേകം ഘടകകർമ്മങ്ങൾ സംയുക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒന്നാമത്തെ തത്വമാണ് ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നത്. ഉള്ളത് നശിക്കുകയും ഇല്ല. ഇതാണ് ഭാവാഭാവങ്ങളെക്കുറിച്ച് തത്വദർശികളുടെ കണ്ടെത്തൽ. മരണമെന്ന ശാരീരിക പരിണാമത്തെക്കുറിച്ചും യുദ്ധത്തിലെ സ്വജനങ്ങളുടെ നാശത്തെക്കുറിച്ചും ഓർത്ത് വ്യസനിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ശരീരം മാത്രമാണ് നശിക്കുന്നത്, അതിനുള്ളിലെ ചൈതന്യമല്ല. ശരീരം നശ്വരവും ചൈതന്യം അനശ്വരവുമാണ്. എഴുതിയത് മാഞ്ഞു പോകുമ്പോൾ ആശയം നശിക്കുന്നില്ല, അഥവാ തത്വം നശിക്കുന്നില്ല. അതുകൊണ്ട് ആരും ആരെയും കൊല്ലുന്നില്ല. ആത്മാവ് കൊല്ലുകയും കൊല്ലപ്പെടുകയുമില്ല. അത് നിത്യവസ്തുവാണ്. അനിത്യവസ്തുക്കൾക്കേ മാറ്റമുള്ളൂ. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ് ഇല്ലാതാകുന്നില്ല. മനുഷ്യൻ ജീർണിച്ച വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ആത്മാവ് പ്രവർത്തിച്ച് പഴകിയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നു. വിനാശകരമായ ശക്തിയുള്ള ആയുധവും തീയും വെള്ളവും വായുവും ആത്മാവിൽ ഒരു മാറ്റവും വരുത്താൻ ശക്തമല്ല. മുറിച്ചോ ദഹിപ്പിച്ചോ മുക്കിയോ ശോഷിപ്പിച്ചോ ആത്മാവിനെ കൊല്ലാൻ സാധ്യമല്ല. അതിനാൽ സ്വജനങ്ങളുടെയോ ജ്ഞാതികളുടെയോ മരണം നിനക്ക് ദുഃഖകരം ആകാൻ പാടില്ല.